ഹായ്, നമുക്കുണ്ടാവുന്ന മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറിയിട്ട് പുതിയ മുടി കിളുക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഹണി, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ തലയിൽ പേനുണ്ടെങ്കിൽ അത് മാറാനായിട്ടൊക്കെ ഇത് ഒത്തിരി സഹായിക്കും. ആദ്യം നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വീണ്ടും കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഹെയർ പാക്കിലോട്ട് വേണ്ടതാണെങ്കിൽ പനിക്കൂർക്കയിലയാണ്. പനിക്കൂർക്കയില വലുതായതുകൊണ്ട് ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു 6 എണ്ണം വരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ചെമ്പരത്തിയിലയാണ്. ഞാനൊരു 7-8 ചെമ്പരത്തിയില പറിച്ചെടുക്കുന്നുണ്ട്. ചെമ്പരത്തിയില എടുക്കുമ്പോഴത്തേനും ഒത്തിരി മൂത്ത് പോയ ഇല എടുക്കാണ്ട് കൂമ്പില നോക്കി പറിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രം ഒന്ന് നുള്ളിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടതാണെങ്കിൽ കുറച്ച് തുളസിയിലയാണ്. തുളസിയില എടുക്കുമ്പോഴത്തേനും ഒരു പിടി അളവിൽ എടുക്കുക കേട്ടോ. തുളസിയില നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. പെയിൻ ശല്യമൊക്കെ മാറാനായിട്ടും അതുപോലെ താരനെ കുറയ്ക്കാനും തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ മാറാനും ഒക്കെ ഒത്തിരി സഹായിക്കുവേ. നമ്മൾ ഇത്ര ഇലകളാണ് പറിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് വേണ്ടത് കൊച്ചുള്ളിയാണ്. ഒരു 7 കൊച്ചുള്ളി എടുക്കാം. അതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കാം. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. താരൻ പൂർണ്ണമായിട്ട് മാറും. അതുപോലെ തന്നെ എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും മാറുകയും ചെയ്യും കേട്ടോ. ഈ ഹോർമോണൽ പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ നമുക്കൊരു പരിധി വരെയൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. PCOD കൊണ്ടൊക്കെയുള്ള മുടികൊഴിച്ചിലാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്കൊന്ന് കൺട്രോളാക്കി നിർത്താൻ പറ്റും. അതുപോലെ താരനുള്ളവർക്ക് താരൻ നന്നായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിലും മാറും. അതുപോലെ പുതിയ മുടിയും കിളുക്കുകയും ചെയ്യും. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയിട്ടാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി തിക്കായിട്ട് എടുക്കുന്നില്ല. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ടൊരു ഹെയർ പാക്ക് പോലെ വേണമെങ്കിൽ അതേ രീതിയിൽ അരച്ചെടുക്കാം. ഇനിയിപ്പം ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഫക്കെട്ടോ ജലദോഷമോ ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അധിക സമയം നിങ്ങൾ തലയോട്ടിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് നിൽക്കണം എന്നില്ല കേട്ടോ. അങ്ങനെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമോ കഫക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു താളി പോലെ ഉപയോഗിച്ചിട്ട് ഇത് കഴുകി എടുത്താൽ മതി കേട്ടോ. ആ ഒരു രീതിയിൽ മാത്രം ഇട്ട് വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ അധിക സമയം തലയോട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ലേ. ഇനിയിപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക്കാതെയും ഉപയോഗിക്കാം. പക്ഷേ മുടിയിൽ നിന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.